അർബുദ ചികിത്സയ്ക്ക് മരുന്ന് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന കീമോയും മരുന്നുകളും ഒഴിവാക്കി ശരീരത്തിനകത്തുള്ള പ്രതിരോധ കോശങ്ങളെ തന്നെ ഉപയോഗിക്കാം എന്ന് IIT ബോംബെ തെളിയിച്ചിരിക്കുന്നു. IIT ബോംബെയിലെ ബയോ സയൻസസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് വിഭാഗവും ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയും ചേർന്ന് നടത്തിയ പരീക്ഷണമാണ് പ്രതിരോധ കോശങ്ങളായ T സെല്ലുകളെ രോഗിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച് ലബോറട്ടറിയിൽ സംസ്കരിച്ച് വീണ്ടും രോഗിയുടെ രക്തധാരയിലേക്ക് റീസൈക്കിൾ ചെയ്താൽ അവ അർബുദ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും എന്ന് തെളിയിച്ചത്. 2026 ഫെബ്രുവരി 5 പ്രസിദ്ധീകരിച്ച ദ പ്രിൻ്റ് മാഗസിനിലാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിലെ പ്രൊഫസർ പ്രകൃതി തയാലിയയുടെയും മൊണാഷ് സർവകലാശാലയിലെ പ്രൊഫസർ നീൽ കാമറൂണുമാണ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. രോഗിയുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് രോഗം അകറ്റുന്ന ഇമ്മ്യൂണോതെറാപ്പി പുറത്തു നിന്നുള്ള മരുന്നുകളെ ആശ്രയിക്കുന്നില്ല. ശരീരത്തിന് അകത്തുള്ള പ്രതിരോധ കോശമാണ് T സെല്ല്. രോഗിയുടെ ശരീരത്തിൽ നിന്ന് ശേഖരിക്കുന്ന T സെല്ലുകൾ ലബോറട്ടറിയിൽ വൻതോതിൽ വളർത്തുകയും രോഗിയുടെ രക്തത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ സെല്ലുകൾ നശിച്ചു പോകാതെ സൂക്ഷ്മതയോടെ നിലനിർത്തേണ്ടതുണ്ട്. ലാബിൽ വളർത്തിയ T സെല്ലുകൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. T സെല്ലുകൾ നശിക്കാതെ സംരക്ഷിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. T സെല്ലുകൾക്ക് T ലിംഫോസൈറ്റുകൾ എന്നും പറയും. പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്ന ഒരുതരം വെള്ള രക്തകോശങ്ങളാണ് ഇവ. അസ്ഥിമജ്ജയിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. തൈമസ് ഗ്രന്ഥിയിലാണ് ഇവ വളർച്ച പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് T സെല്ലുകൾ എന്ന് പറയുന്നത്. T സെൽ തെറാപ്പി ഒരുതരം റീജനറേറ്റീവ് ഇമ്മ്യൂണോതെറാപ്പിയാണ്. T സെല്ലുകളും സ്റ്റെം സെല്ലുകളും സംയോജിപ്പിച്ചുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കുന്ന പ്രതിരോധ സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മൂത്രത്തിൽ സ്റ്റെം സെല്ലുകൾ ഉണ്ടെന്ന് ചൈനീസ് US ശാസ്ത്രജ്ഞർ തെളിയിച്ചു കഴിഞ്ഞതാണ്. ശരീരത്തിനകത്ത് തന്നെ മരുന്നുൽപാദന ഫാക്ടറി പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. രോഗിയുടെ സ്റ്റെം സെല്ലുകൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ അവയ്ക്ക് ക്യാൻസറിനെ ചെറുക്കുന്ന T സെല്ലുകളായി മാറാൻ കഴിയും. മൂത്രത്തിനകത്ത് സ്റ്റെം സെല്ലുകൾ മാത്രമല്ല, ആൻറ്റിബോഡികളും ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും കോശസ്രവമായ എക്സോസോമുകളും എല്ലാം അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കാത്തു സൂക്ഷിക്കാനും ശരീരത്തെ രോഗമുക്തമാക്കാനും കഴിയും എന്നാണ് ഇത് കാണിക്കുന്നത്. നന്ദി.